നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാൻ കാർഡിന് എങ്ങനെ അപേക്ഷിക്കാം എന്നതാണ്. ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിനും ആദായനികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിനും വായ്പകൾക്കും നിക്ഷേപങ്ങൾക്കും നിരവധി സാമ്പത്തിക ആവശ്യങ്ങൾക്കും പാൻ കാർഡ് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. പാൻ കാർഡിന് അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ ആധാർ കാർഡാധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഇമെയിൽ ഐഡി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആവശ്യമെങ്കിൽ ഒപ്പ്. ചില അപേക്ഷകളിൽ അപേക്ഷിക്കാൻ രണ്ട് പ്രധാന മാർഗങ്ങൾ. ഒന്നാമത് ഇൻസ്റ്റന്റ് ഇ-പാൻ. മുമ്പ് പാൻ ഇല്ലാത്ത വ്യക്തികൾക്ക് ആധാർ നമ്പറും അതുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറും ഉപയോഗിച്ച് ഇൻകം ടാക്സ് ഇ-ഫയലിംഗ് പോർട്ടലിലൂടെ സൗജന്യമായി ഇൻസ്റ്റന്റ് ഇ-പാൻ ലഭിക്കും. ഈ സേവനത്തിൽ പേപ്പർ രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതില്ല. ഇ-പാൻ PDF രൂപത്തിൽ ലഭിക്കും. രണ്ടാമത് ഫിസിക്കൽ പാൻ കാർഡ്. ഫിസിക്കൽ പാൻ കാർഡ് വേണമെങ്കിൽ അംഗീകൃത പാൻ സേവനദാതാക്കളിലൂടെ അപേക്ഷിക്കാം. അപേക്ഷയിൽ ആവശ്യമായ വിവരങ്ങൾ നൽകി ആവശ്യമായ രേഖകൾ സമർപ്പിച്ച് ഫീസ് അടച്ചാൽ കാർഡ് തപാൽ വഴി ലഭിക്കും. അപേക്ഷാ നടപടിക്രമം: ആവശ്യമായ വിവരങ്ങൾ തയ്യാറാക്കുക, ശരിയായ പേര്, ജനനത്തീയതി, വിലാസം എന്നിവ നൽകുക, മൊബൈലിലേക്ക് വരുന്ന OTP നൽകി സ്ഥിരീകരിക്കുക, അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷയുടെ സ്റ്റാറ്റസ് പിന്നീട് പരിശോധിക്കാം. അംഗീകൃതാൽ ഇ-പാൻ ഡൗൺലോഡ് ചെയ്യുകയോ ഫിസിക്കൽ പാൻ തപാൽ വഴി സ്വീകരിക്കുകയോ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒരാൾക്ക് ഒരു പാൻ മാത്രമേ അനുവദിക്കൂ. ആധാറിലെ പേരും ജനനത്തീയതിയും അപേക്ഷയിലെ വിവരങ്ങളുമായി പൊരുത്തപ്പെടണം. മുമ്പ് പാൻ ലഭിച്ചിട്ടുള്ളവർ വീണ്ടും ഇൻസ്റ്റന്റ് ബോഴൻ അപേക്ഷിക്കരുത്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.